ഹലോ, ഇവിടെ എന്നൊക്കെ ഉണ്ട്? കുഴിമന്തി ഉണ്ട്, അൽഫാം ഉണ്ട്, പൊറോട്ട ഉണ്ട്. റേഷൻ കട അരിയും ഗോതമ്പൊക്കെ ഉള്ളൂ. അപ്പൊ നിനക്കത് അറിയാം, എന്നിട്ട് നീ എന്നെ അളക്കാൻ വേണ്ടി വന്ന് ചോദിച്ചാണ് ഇവിടെ എന്നാക്കുള്ളത്. സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറാൻ വേണ്ടി ചോദിച്ചു. പിന്നെ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറാൻ നമ്മളെന്ന് വെച്ചാൽ കമിതാക്കളാണല്ലോ. അതല്ല, എന്നാ പറ, ഇവിടെ എന്നൊക്കെ ഉണ്ട് ഇപ്പം? ഇവിടെ അരിയുണ്ട്, ആട്ടയുണ്ട്. ആണോ? ബജാജിന്റെ ആണോ ആപ്പയുടെ ആണോ? എന്നത് ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഓടിക്കണ ഓട്ടോയല്ല, ആട്ടയില്ലേ, ഗോതമ്പിന്റെ ആട്ട ഉണ്ടെന്ന്. ആശീർവാദിന്റെ ആട്ട കിട്ടുമോ? ആശീർവാദിന്റെ ആട്ട തരാൻ ഞാൻ ആന്റണി പെരുമ്പാവൂരല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ കഴിഞ്ഞാൽ അങ്ങോട്ട് മരിച്ചുകൊണ്ട് ചെയ്തില്ലേ? അമ്മ മരിച്ചുപോയി. എന്നിട്ട് പേര് വെട്ടിയായിരുന്നോ? ഇല്ല, തെക്കപ്പുറത്ത് മാവ് വെട്ടിയായിരുന്നു. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയെന്നാണ് ഞാൻ ചോദിച്ചത്. വെട്ടില്ല. ആള് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാൾ മരിച്ച 6 മാസത്തിനുള്ളിൽ പേര് വെട്ടി അത് ക്ലിയർ ചെയ്യണം. വെട്ടണം പറഞ്ഞാ വെട്ടണം. ഈ അമ്മ ഇങ്ങനെ മരിച്ചെങ്ങനെയാണ്? ഡോക്ടർ പറഞ്ഞ അമ്മയ്ക്ക് ശരീരത്തിൽ H2O-യുടെയും അന്നജത്തിന്റെ കുറവ് കൊണ്ടാ മരിച്ചെന്നാ. സ്വന്തം നല്ലതിനെ പട്ടണം കിട്ടി കൊന്നിട്ട് അവൻ രാസനാമം പറഞ്ഞിട്ടാണ്. നിങ്ങൾ എന്നെ എങ്ങനെ സാധിക്കും? നിനക്ക് വല്ല പണിക്ക് പോകാൻ പാടില്ലടാ. തന്നെ ഞാൻ തപ്പി നടക്കുമായിരുന്നു. താനല്ലേ സോഷ്യൽ മീഡിയ വന്നിട്ട് നിനക്കൊക്കെ വല്ല പണിക്കും പോക്കണമെന്ന് കമന്റ് സോഷ്യൽ മീഡിയയിലെ കമന്റും പിടിച്ചോണ്ടിരിക്കുക, എന്നാലും ഇയാൾക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ പണിക്ക് പോകാനാ? ഞാൻ ചെന്ന് കയറുന്ന സ്ഥാപനം മുടിഞ്ഞ് വെണ്ണീറാകുമെന്ന് നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരത്തേക്കുമല്ലേ. ആരാ ഈ കണ്ണി ചൊറിയില്ലാത്ത വാർത്ത പറഞ്ഞു വരുത്തിയത്? ഞാൻ തന്നെ. പണിക്ക് പോകേണ്ടി വരത്തില്ലേ? എന്നാലും പണിക്ക് പോകാൻ പറ്റിയല്ലോ അല്ലേ? അങ്ങനെ പറയുന്നത്. ഞാൻ ക്ലേ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ക്ലേ മോഡലിംഗ് എന്ന് പറയുമ്പോ ചെളി കൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്ന പരിപാടി. ഇവിടെ വന്ന് ഇമാതിരി ചെളി അടിച്ചിട്ട് അത് വാരിഞ്ഞ് പ്രതിമ ഉണ്ടാക്കും. സാധിക്കണ്ടാവേ സുഹൃത്ത്. എന്നെ കളിയാക്കാൻ സാധനം എടുക്കാനുള്ള പരിപാടി. സാധനം എടുക്കാം. ഒരു കാർഡ് എടുക്കൂ. കാർഡ് എടുക്കാൻ ഞാൻ തത്തമ്മയാണോ? ഈ കൗണ്ടർ അടിച്ച നിന്റെ മണ്ണെണ്ണയുടെ പെർമിറ്റ് ഞാൻ കട്ട് ചെയ്യും. മറ്റേ കൗണ്ടർ അടിച്ചത് ഇപ്പൊ അരിയും കൂടെ പോയത്. ഏത് കൗണ്ടർ? പറയുന്നില്ല, അതിന്റെ അരി കട്ട് ചെയ്യാനുള്ള പരിപാടി. എങ്ങനെ ഇതൊക്കെ മണ്ടത്തരം പറയാൻ സാധിക്കണം? എനിക്ക് എന്നാന്നറിയോ, എന്റെ അമ്മ എന്നെ 12ാം മാസത്തെ പ്രസവിച്ചത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത്ഭുത മനുഷ്യനാണ് നിൽക്കുന്നത്. 12ാം മാസത്തില്. അയ്യോ, സാധാരണ മാസം തികയാതെ ജനിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മാസം ഓവറായിട്ട് ജനിച്ച ഒരാളെ ഗിന്നസ് റെക്കോർഡാണ് കേട്ടോ നിങ്ങള്. നിന്റെ വർത്താനം കേട്ട 12ാം മാസം ഡിസംബർ വേറെ ആരെയും പ്രസവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഡിസംബർ 12ാം മാസം ജനിച്ചെന്നാണോ? നീ ആരെ 12ാം പറഞ്ഞ? നീ വിട്ടേരെ. വന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മേടിച്ചോണ്ട് പോകാൻ നോക്ക്. എനിക്ക് പോകാനേ സംഭവം കാർഡ് വരണം. അതിന്റെ കുഴപ്പമുണ്ട്. കാർഡില്ലാണ്ടാണ് റേഷൻ മേടിക്കാൻ വേണ്ടി വന്നേക്കണത്. അല്ലാതെ ഞാനും പെണ്ണും പിള്ളേരും ഈ ഉടക്കുണ്ടാക്കി ഡിവോഴ്സിന്റെ വക്കി നിൽക്കുക. അപ്പൊ 2 വീട്ടിലായിപ്പം. അവളുടെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിൽ. എന്നിട്ട് റേഷൻ കാർഡ് ഒറ്റ റേഷൻ കാർഡാണ് അവളുടെ കയ്യിലായി പോയി. അപ്പൊ ഇവിടെ റേഷൻ കടയിലേക്ക് വരുന്നുണ്ട്. എനിക്കൊരു ഹിന്റ് കിട്ടി. അങ്ങനെ ഞാൻ വന്ന അവിടെ വരുമ്പോ എന്നാലും റേഷൻ കടക്കാരന് സ്വസ്ഥമായിരിക്കും. ഹായ് ബിന്ദു. എങ്ങടാ കൊച്ചു പിള്ളേർക്ക് ഐസ്ക്രീം കിട്ടിയ സന്തോഷം അവന്. ഹായ് ബിന്ദു. എന്തടാ നിനക്ക്? ഞാൻ പറഞ്ഞു ബിന്ദു, ഞാനൊരു കാര്യം പറയും. ബിന്ദു ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഈ സാരി കൊടുത്തായിരുന്നേ. പിന്നെ ഞാൻ അക്ഷയ വന്നപ്പോ സെയിം സാരി കൊടുത്തായിരുന്നു. ഇത് മാറിക്കൂടെ? അപ്പം ബിന്ദുവിന്റെ ഫോളോവർ ആണല്ലേടാ നീ. ഞാനൊരു കാര്യം പറയാം. പഞ്ചാര ഉണ്ട് മധുട്ടാ. പഞ്ചാര തീർന്നു ബിന്ദു. ആര് പറഞ്ഞു? നിന്റെ കിരീക്കട ഒഴുകുവാണല്ലോ. നിങ്ങളിപ്പോ എന്നാ പൂച്ചിച്ചേ? നിന്നെ കെട്ടി അന്ന് തുടങ്ങിയ എന്റെ കഷ്ടകാലം. അയ്യോ, ഞാൻ വിചാരിച്ചുള്ളൂ ഈ ഡയലോഗ് എന്താ പറയാത്തേന്ന്. ലോകത്തുള്ള സകല കോന്തം ഭർത്താക്കന്മാരും പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, നിന്നെ കെട്ടി അന്ന് തൊട്ട് എന്റെ ജീവിതം നശിച്ചു. ഇതിനു മുമ്പ് നിങ്ങൾ അംബാനി ആയിരുന്നല്ലോ. ഞാൻ സമയത്തുണ്ടല്ലോ, നിങ്ങൾ കേൾക്കണം. ഞാൻ ബ്രില്യന്റ് ആയിരുന്നു, ബ്രില്യന്റ്. അയ്യോ, നിങ്ങൾ കേൾക്കണം. ബ്ലഡ് ഗ്രൂപ്പിലല്ലാതെ ഒരു A+ ഈ മനുഷ്യന് കിട്ടിയിട്ട് ഞാൻ അറിയില്ല. അപ്പോഴെങ്കിലും ഞാൻ പോസിറ്റീവ് ആണ്. നീ അപ്പോഴും നെഗറ്റീവ് അല്ലേ? എങ്ങനെ നെഗറ്റീവ് ആവാണ്ടിരിക്കും? നിങ്ങളുടെ കൂടെ ഞാൻ അടിമയായിട്ടല്ലേ ജീവിച്ചത്? അടിമയായിട്ടല്ലേ? മധുവേട്ടൻ കേക്കണം. മധുവേട്ടൻ കേൾക്കാൻ നിൽക്കുവാണല്ലോ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ ഫ്രീ ആയിട്ടാണ് വളർത്തിയത്, അറിയോ? പിന്നെ ബാക്കിയുള്ള തന്തേന്നൊക്കെ പിള്ളേരെ പേയ്മെന്റ് കൊടുത്തല്ലേ വളർത്തുന്നത്? പേയ്മെന്റിന്റെ കാര്യമല്ല പറഞ്ഞത്, ഫ്രീ ബേർഡ് ആയിട്ടാണ് വളർത്തിയത്. ഞാനും ഫ്രീ മെയ്ഡ് ആയിട്ടാണ് വളർന്നത്. അതുള്ളതാട്ടാ. ഈ ബേർഡ് പറന്നു എന്നിരിക്കാത്ത ഒരൊറ്റ മരച്ചില്ല ഞങ്ങളുടെ പഞ്ചായത്തിലില്ല. പറന്ന് മടക്കുമ്പോ ഇരിക്കുന്നതല്ലേ? എങ്ങനെ നീ കൂടുതൽ ഡയലോഗ് ചരിത്രം എനിക്കറിയാം. എന്താ ചരിത്രത്തിനോട്? അത് നീ കേൾക്കണം. വീട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 5 കിലോ റേഷൻ അരി കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് വീടിന്റെ വാർക്ക പൊളിച്ച് മാറ്റി ഷീറ്റ് ഇട്ടവളാണ് ഇവളുടെ തള്ള. എന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നതിന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർവീസ് എടുക്കുമ്പോ മരിച്ച ഒരാളുടെ മോളാണ് ഞാൻ, കേട്ടാ. ആ പറഞ്ഞ കാര്യം ഉള്ളത് കേട്ടോ. ഇവരുടെ വീട്ടിൽ ബാത്റൂം ഇല്ല. ഇവിടെ അച്ഛൻ രാവിലെ വെളിക്കിരിക്കാൻ ചെന്നിരുന്ന പൊട്ടിക്കിടന്ന സർവീസുകാരന്റെ പുറത്ത് അതാണ് സർവീസ് ഉള്ളതാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് കിട്ടണ വരെയുള്ള നിങ്ങളുടെ അഹങ്കാരം, കേട്ടോ. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്രശ്നം എന്താ നിങ്ങളുടെ ലൈഫിൽ? ചോദിക്കും.
ഈ നിൽക്കുന്ന കാലമാടനുണ്ടല്ലോ ഡെയിലി സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടാനാണോ ഡിവോഴ്സ് ചെയ്യണത്? അവളോട് ചോദിക്കുന്നത് അത് അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഒന്നല്ല. പിന്നെ? ഈ മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം. നല്ല ക്യാപ്ഷൻ. ആണല്ലോ. പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മക്കളെയും ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് വരും വീടാണ് സ്വർഗം. അതാണ് സ്നേഹം. അത് സ്നേഹം കൊണ്ടല്ല, ഇങ്ങനെ കാമുവിക്ക് സിഗ്നൽ കൊടുക്കാണ്, വീട്ടിലാണ് വിളിക്കരുത്. ശരി, ഈ ബുദ്ധി എനിക്ക് നേരെ തോന്നിയില്ലല്ലോ. അല്ല മധുവായിട്ട് ഒരു കാര്യം അറിയോ എന്നാ ബിന്ദു പറ ബിന്ദു. ഓ അവൻ എന്നാ ഫീലിംഗാ? ബിന്ദുവിൽ എന്തെങ്കിലും ഫീലിംഗ് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യും. മധുവേട്ടാ, ഈ മനുഷ്യൻ ചില ദിവസം രാത്രി ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടാവില്ല മധുവേട്ടാ. എവിടെ പോണ എഴുന്നേറ്റ് രാത്രി? എവിടെ പോകണം ഞാൻ ചോദിച്ചപ്പോ ഈ കാലമാടൻ എന്റെ അടുത്ത് പറയാം ATM കൗണ്ടർ പോയതാണ്. പോണേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പൈസ എടുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് അക്കൗണ്ട് ഇല്ലാത്ത ഈ കാലം എവിടെന്ന ATM അത് പറ. എന്നാ ബിന്ദു നീ അറിഞ്ഞോ, ഞാൻ നീ അറിയാതെ ഒരു അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ട് എനിക്ക് അറിയാലോ. ആ അക്കൗണ്ട് തുടങ്ങിയ ബാങ്കിന്റെ പേരാണ് ബിന്ദു. ബിന്ദു എന്ന് പറഞ്ഞ ബാങ്ക് ഉണ്ടോ? പിന്നെ എന്റെ വീടിന്റെ 4 വീട് അപ്പുറത്ത് ഓടിട്ടൊരു വീട് കണ്ടിട്ടുണ്ടോ? അതാണ് ഇങ്ങനെ ബാങ്ക് ബിന്ദു. അത് ശരി, അപ്പൊ ബിന്ദു എന്ന് പറഞ്ഞ ഉണ്ടല്ലേ? ബിന്ദു അങ്ങനെ കാമുകിയുടെ പേര്. പറഞ്ഞോ? എന്റെ പേര് ബിന്ദു. അപ്പൊ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ആടുന്ന പെൻഡിലാണോ അങ്ങായിട്ട് മുണ്ടഴിച്ചിട്ട് നിൽക്കുന്നത്? നമ്മുടെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യമാരെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഭർത്താക്കന്മാര് വഴി പഠിച്ച് പോകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ? സ്നേഹിച്ചിട്ടില്ലെന്ന് മധു നീ കേൾക്കണം. പ്രേമിച്ച് നടന്ന സമയത്ത് ഇവൾ എന്നും എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. എവിടെയാണ് കുട്ട, എപ്പോൾ വിളിക്കും കുട്ട. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. കൊണ്ട് കുട്ടാന്നല്ല, വരുമ്പോ 4 മുട്ട കൊണ്ടുവരുന്നു. എങ്ങനെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പെരുമാറും? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്നോട് റൊമാൻസോടെ പെരുമാറുണ്ടോ? ബിന്ദു നമ്മൾ പറയണത് ശരിയല്ല കേട്ടോ. ഞായറാഴ്ച ദിവസം 5 മിനിറ്റ് റൊമാൻസിന് വേണ്ടി വെക്ക് ഞാൻ കൊടുത്തു. 5 മിനിറ്റ് കൊണ്ട് റൊമാൻസോ? ഇതിനുള്ള വല്ല മാഗി ഉണ്ടാക്കുവാണോ അത്? റൊമാൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങൾ ആ സിനിമ ഒന്ന് കാണണം. ആ കുഞ്ചാക്കോബം, ആ ദുൽഖർ സൽമാൻ എന്തൊരു റൊമാൻസ് ആയിട്ടാണ് പെരുമാറുന്നത്. എടി ചോദിക്കുന്ന കാശ് നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടി, അതിന്റെ അപ്പുറത്ത് റൊമാൻസ്. അത് ശരി. അപ്പൊ ഞാൻ കാശില്ലാത്തവള്, എന്നെ കാണാൻ കൊള്ളാത്തവളല്ലേ? നിങ്ങളോട് കല്യാണത്തിന് മുമ്പ് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ ബൈക്കിൽ കൊണ്ടുവന്നു, മലേഷ്യക്ക് ടൂർ കൊണ്ടുവന്നു, സിനിമ കൊണ്ടുവന്നു. നിങ്ങൾ എവിടെങ്കിലും എന്നെ കൊണ്ടുപോയാ? നിങ്ങൾ എത്രയെങ്കിലും എനിക്ക് റൊമാൻസ് ഉണ്ടോ? പറ. എന്റെ മധു നീ പറ, ഈ വയലൻസിന്റെ ഇടയ്ക്ക് എവിടെ കൊണ്ട് ഞാൻ റൊമാൻസ് കയറ്റുവിടാം? കടുപ്പാണ് കേട്ടോ, വയലൻസ് കടുപ്പാണ് കേട്ടോ. നിങ്ങളെ കല്യാണം കഴിച്ചതാണ് എന്റെ ജീവിതത്തെ പറ്റി എനിക്ക് ഏറ്റവും വലിയ തെറ്റി. ഞാൻ യേശുദാസ് ഒറ്റ ഒരാൾ കാണണം ഞാൻ ഇപ്പൊ അറിയോ? ദാസേട്ടനാണ് നിങ്ങളുടെ കല്യാണം നടത്തിയത്? ആടാ പുള്ളി ബ്രോക്കറായിരുന്നു, 3% കമ്മീഷൻ കൊടുത്തു. ഉള്ളതാണോ നോയിടെ വെളിവില്ലാത്തവന്? അതാണ് പറഞ്ഞത്. പുള്ളി ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പൂമുഖവാദികൾ സ്നേഹം നടത്തുന്ന പൂന്തിങ്ങളാകുന്ന ഭാര്യ. നല്ല പാട്ട്. ആ പാട്ട് കേട്ട് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ 90% പുരുഷന്മാർ. അപ്പൊ ബാക്കി 10% പുരുഷന്മാർ അവർ ആ പാട്ടും കേട്ടിട്ടില്ല, പെണ്ണും കേട്ടിട്ടില്ല, ഭാഗ്യവാന്മാർ. എനിക്ക് ഡിവോഴ്സ് കിട്ടണം. എനിക്കും കിട്ടണത് ഞാനാണ് ആദ്യം പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ആദ്യം അവസാനമൊന്നുമില്ല, എനിക്കും കിട്ടണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കുടുംബ കോടതിയല്ല, റേഷൻ കടയാണ്. റേഷൻ വേണമെങ്കിൽ അത് പറ. എനിക്ക് അരി മണ്ണെണ്ണ എനിക്ക് നേരത്തെ പോണ്ടതാ, അല്ലാതെ വീടും കൂടി ഇല്ലാത്ത പോലെയല്ല. ഒരു ആന്തോളനം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ബിന്ദു എന്താ പറഞ്ഞേ? ആന്തോളൻ എന്ന് പറയുമ്പോ ഞാൻ ഉദ്ദേശിച്ച ദോളനാണോ? ഈ സഹായത്തിനൊന്നും ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കില്ലേ? ആൺതുണ അതാണോ ആന്തോളൻ? അങ്ങനെ ജീവിക്കണ ഒരു പെണ്ണിന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലെ ബിന്ദു എവിടെ താമസിക്കുന്നത്? എവിടെയാ? നമ്മളെ ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവില്ലേ, അവിടെ ഒരു പരീക്ഷ ഹാളില്ലേ? അവിടെ വളവിൽ എവിടെയാണ് പരീക്ഷ ഹാള്? ആ പള്ളിയുടെ അപ്പുറത്ത് ഒരു പരീക്ഷ ഹാളില്ലേ വലിയ? പരീക്ഷ ഹാളാണോ ഉദ്ദേശിച്ചത്? പരീക്ഷാ ഭവനുമായിട്ട് വന്നത് അവിടെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവിടെ അടുത്ത് വീടുകളൊന്നുമില്ലേ? ഒരൊറ്റ മനുഷ്യ ജീവി ആ ഭാഗത്തില്ല. വീട്ടില് പട്ടിയുണ്ടോ? ഇല്ലെന്നേ. അപ്പൊ റേഷൻ അല്ല, കരിഞ്ചന്തയാണ് നിന്റെ ലക്ഷ്യം. എനിക്ക് അരി തരുന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോണ്ടതാ. അരി വേണമെങ്കിൽ ആദ്യം ഇതിനകത്ത് നമ്മള് മറ്റേ വിരലേക്കണല്ലേ? എന്താണ് ബിന്ദു ഒന്നോടെ ശരിക്കും വെള്ളുപോയി? അത് അങ്ങോട്ട് അമർന്നു. അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ അന്യപുരുഷന്റെ സ്പർശനേറ്റ കുലസ്ത്രീ വൈബ്, കുലസ്ത്രീ വൈബ്. ഒന്നോടെ വെച്ച് ഒന്നുമില്ലേ? കൺഗ്രാജുലേഷൻ. ഇതിനൊക്കെ അറിയാൻ പറ്റുവാ? ആരടി ഇതിന്റെ ഉത്തരവാദി? ഗർഭിണിയാന്നല്ലേ അവൻ പറഞ്ഞു? ഒന്നും പറയണ്ട, കൺഗ്രാജുലേഷൻ പറഞ്ഞ് ക്ഷയിക്കാൻ കൊടുത്ത ഉറപ്പ് ഗർഭിണിയാ. എനിക്ക് അനുഭവമുള്ളതാണ്. എന്റെ പൊന്നളവ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇതിൽ ഞെക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത്ര നാൾ BPL അല്ലായിരുന്നോ? ഇപ്പൊ നിങ്ങൾ APL ആയിട്ട് മാറിയിരിക്കുകയാണ്. അയ്യോ, അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ്? ബിന്ദുവിന് അറിയാവോ, നമ്മുടെ ഇവിടെ ജുവലറി നടത്തുന്ന ജോയി എന്ന് പറഞ്ഞ പുള്ളിയില്ലേ, പുള്ളിയൊക്കെ APL ആണ്. നിങ്ങളിപ്പോ പുള്ളിയുടെ സെയിം കാറ്റഗറിയിലായിരിക്കുകയാണ്. സന്തോഷിക്കൂ.
നാളെ രാവിലെ പോയിട്ട് ആ മനുഷ്യന്റെ മുഖത്തോട്ട് 4 തെറി വിളിക്കണേ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു 1 ഗ്രാമിന്റെ ഒരു മോതിരം കടം തരുമെന്ന് വെച്ചപ്പോ പട്ടി നാട്ടുന്ന പോലെ എന്നെ ആട്ടിയതാണ് ആ മനുഷ്യൻ. എനിക്ക് പോയിട്ട് പറയാടാ ജോയി, ഞാൻ നീയൊക്കെ പോരെ ലെവലാണ്. ഇനി വെളിവില്ലാത്തവളെ രേഖയിൽ മാത്രമേ APL ആയിട്ടുള്ളൂ. ഇപ്പോഴും പഴയ ദാരിദ്ര്യവാസികൾ തന്നെ. ആണോ? നിങ്ങൾ APL ആയി. മാനദണ്ഡം എന്നാ മാനദണ്ഡം വെച്ചിട്ട് ഈ APL ആണ് സർക്കാർ പറഞ്ഞ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടോ? കാർ ഒരു ചെറുതുണ്ടോ? കാറുണ്ട്. അപ്പൊ പിന്നെ സർക്കാർ പറഞ്ഞ മാനദണ്ഡം അമ്പലത്തിൽ മരിക്കുന്ന കീ കൊടുക്കുന്ന കാറാ. മതി. 4 വീലാണോ? സർക്കാരിന് അത് മതി. പിന്നെ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടോ? ഗൾഫിൽ ഒരുപാട് പേരുണ്ടല്ലോ. മതി. ഞങ്ങളുമായിട്ട് ബന്ധമുള്ളവരല്ലെന്ന്. വേണ്ട. ഗൾഫിൽ ആളുണ്ടോ? പിന്നെ ഗൾഫിൽ ആള്. സർക്കാരിന് അത് മതി. APL ആവാൻ സർക്കാരിന് അത് മതി. ഞങ്ങൾ അരിയും മണ്ണെണ്ണൊക്കെ എങ്ങനെ മേടിക്കും? അരിയും മണ്ണെണ്ണയൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ പൈസ തന്നെ, എന്നാലേ APL സംഭവം കിട്ടുള്ളൂ. പൈസ തരുന്ന മേടിക്കേണ്ട അരിയാണെങ്കിൽ എനിക്ക് ആദ്യം അരിയൊന്ന് കാണിക്കും. അരിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനിപ്പോ എന്നാ അരി ഈ സാധനത്തിന് ഇത്രയും വികാരം ഉണ്ടെന്ന് ഞാൻ നിന്റെ അരിമണത്തിലാകട്ടെ ഇത് വിഷയാകും. ബിന്ദു എഴുന്നേക്ക്. ബിന്ദു എനിക്ക് എന്താ മധുവേട്ടാ? എനിക്ക് എന്താ മധുവേട്ടാ? എനിക്ക് എന്താ മധുവേട്ടാ? എന്താ ബിന്ദുവിന് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒരുമാതിരി പോക്കർത്തരം പറയരുത്. നിങ്ങളല്ല പറഞ്ഞ അരി ആട്ടൊക്കെ ഉണ്ടെന്ന്. മണിച്ചിത്രത്താഴ് സിനിമ കാണാതെ അരി മേടിക്കാൻ വന്നേക്കുവാ. അയ്യോ, ആ സിനിമ കണ്ടില്ല. അത് ശരിയല്ലേ? ഇവരെങ്ങോട്ടാ പറഞ്ഞു കയറിപ്പോണത്? എന്താന്നാണ്? എന്റെ പൊന്നു ബിന്ദു, നിനക്ക് ശാരീരികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. നിനക്ക് ഇവിടെ വേണ്ട സാധനം ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ അരി എങ്ങോട്ട് എടുക്ക്? അരി എടുക്കാം. പൈസ എടുക്കാം ആദ്യം. പൈസ ഇല്ല. ഇല്ലാണ്ട് APL അരി കിട്ടില്ല. പൈസ വേണം അരി കിട്ടണമെന്നുണ്ടെങ്കിൽ. പൈസ എന്താ? അരി എനിക്കതാ. അതെ, ഇവിടെ പൈസ ഉണ്ട്. അപ്പൊ ഇവിടെ അരി കിട്ടും. ഓക്കെ, പിടിച്ചോ. കൊണ്ടുവരൂ. പിടിച്ചേ. പൈസ ഇല്ലാത്തൊരു തക്കര അരി മേടിക്കാം. 5 കിലോ അരി. ഓക്കെ. ഒന്ന് വിളിക്കായിരുന്നില്ലേ? ആരുമില്ലെന്ന് പറഞ്ഞതല്ലേ? ഞാൻ ആരാ? അതെ കാർത്തുമ്പി. അല്ല ബിന്ദു, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? വേഗം ചോദിച്ചോളൂ. പോരുന്നു എന്റെ കൂടെ. എങ്ങോട്ട്? സപ്ലൈകോയിലേക്ക്. ഈ കാറില്ലാതെ ചെന്നാലേ അവിടുന്ന് ഒരു കുന്തം കിട്ടത്തില്ല. അതല്ലേ, ഞാൻ ഒറ്റക്കല്ല, പിന്നെ നമ്മൾ ഒരുമിച്ച്. സംഭവം APL ആയാലെന്താ? കുടുംബം ഒന്നിച്ചില്ലേ? എന്റെ പൊന്ന് നന്ദിനിക്കുട്ടി, എടി നിന്നെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഗൾഫിൽ പോകണമെന്ന് എനിക്കൊരു യാതൊരു ആഗ്രഹമില്ല. ആ മൂദേവി ഉണ്ടല്ല, എന്റെ ഭാര്യ രാജി, എടി അവളടുത്തൊരു മോതിരം ചോദിച്ചപ്പോൾ അവള് തന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിന്നെ വിറ്റിട്ട് ഗൾഫിൽ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? എന്റെ പൊന്നുമക്കള് പിണങ്ങല്ലേ. മക്കൾക്ക് പരുത്തിക്കുരു തരാം, പിണ്ണാക്ക് തരാം, പാല് തരാം. പാല് ഞാൻ എന്തിനാ തരണം? നീയല്ലേ ഇങ്ങോട്ട് തരാനുള്ളത്. ഒരു മനുഷ്യൻ നേരം വെളുത്താ കാണുന്ന കാഴ്ച ഇതാ. നിന്നെടുത്താലും പറഞ്ഞടി എന്റെ പുറകെ വന്നിങ്ങനെ നിൽക്കാൻ. അതല്ല, നിങ്ങൾ എന്തോ ചെയ്യും അവിടെ? നിങ്ങൾ എന്തോ ചെയ്യും അവിടെ? അയ്യോ, നന്ദിനിയുടെ കൊഞ്ചക്കം. നന്ദിനിയുടെ കുഞ്ചാക്കോയോ? നന്ദിനിയുടെ കുഞ്ചാക്കല്ല, നന്ദിനിയുടെ ദിലീപ്. എടി നന്ദിനിയായിട്ട് കൊഞ്ചുന്നത് കണ്ടില്ലേ നീ? കൊഞ്ചെന്ന് ഞാനില്ലേ നിങ്ങളുടെ ഭാര്യ? അതിന് കൊടുക്കുന്ന സ്നേഹം കുറച്ചെങ്കിലും നിങ്ങൾ എനിക്കിതാ. എന്റെ പൊന്നേ, ഇവളൊരു കാര്യം എന്തെങ്കിലും കൊഞ്ചാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് തിരിഞ്ഞിരും. മക്കളെ ഒന്ന് കണ്ണടച്ചിരുന്നേ. എടി ഒന്ന് മാതുറയടി. പരുത്തിക്കുരു കൊള്ളാമോ? കൊള്ളാമോ പരുത്തിക്കുരു? ടേസ്റ്റ് ഉണ്ടോ? നിങ്ങൾ ചോദിച്ചത് ആരോടാ ചോദിച്ചതെന്ന്? എന്റെ നന്ദിനി എടുത്ത്. എന്റെ ദൈവമേ, അതിനെ ഈ കൊഞ്ചിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്ര നാളെ എന്നെ കൊഞ്ചിച്ചിട്ടുണ്ടോ? എന്റെ പൊന്ന് രാജി, നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കുന്നത്. എപ്പോ നേരം രാജി രാജി രാജി. എങ്ങനെ കൊഞ്ചിക്കാൻ തോന്നൂടി നിന്റെ ഈ അറവല സൗണ്ട്? കൊഞ്ചിക്കാൻ വരുമ്പോഴേ മനുഷ്യന്റെ ഉള്ള മൂടങ്ങ് പോവുകയാണ്. മൂടല്ല, നിങ്ങളുടെ മണ്ടയാ പോണ്ടത്. എന്തായാലും നിങ്ങളുടെ അസുഖം തടങ്ങ് തീരുമല്ലോ. എന്റെ മൂലക്കുരുവിന്റെ മരുന്ന് നീ മാറ്റോണ്ട് വന്ന. അതാണോ ഞാൻ പറഞ്ഞത്? പശുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, കച്ചവടമായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കച്ചവടക്കാരൻ ഈ പശുവിനെ അഴിച്ചോണ്ട് പോകുന്ന നേരത്ത് മീൻകാരന്റെ പുറകെ പൂച്ച മണത്ത് പോകുന്ന പോലെ നിങ്ങൾ പോവരുത്. പോയാൽ എന്താണോ സത്യം പറയാലോ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ട എന്റെ തുണി ഉരിഞ്ഞു പോവാ, തൊലി ഉരിഞ്ഞു പോവാന്ന്. നിനക്ക് നാണക്കേട് ഉണ്ടാവണം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? പറ പറ പറ. നിങ്ങളുടെ പേരെന്തുവാ ചേട്ടാ? മധു. മധു. പക്ഷെ നാട്ടുകാർ മൊത്തം നിങ്ങളെ വിളിക്കുന്നത് കാളമധു എന്നാ. കാളമധു തന്നെ? ഷാജേട്ടാ, എന്റെ പേര് കാളമധു എന്ന്. ദൈവമേ, ഒരു 10-15,000 അവാർഡ് കിട്ടി ഫീൽ. എടി മക്കളെ, നിന്റെ അച്ഛന്റെ പേര് കാളമധു എന്ന്. നിനക്ക് കാളമധുവിന്റെ വക ചെലവുണ്ടടി. എന്റെ ദൈവമേ, കളിയാക്കിയ പോലും മനസ്സിലാത്തൊരു മുതുകാള. എന്താ കാണിക്കുവാ ഇത്? എന്റെ പൊന്ന് നന്ദിനി, നന്ദിനി പൊന്ന് രാജി, നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാ നമ്മുടെ നന്ദിനെ വിൽക്കാതെ ഇരിക്കാൻ ചേട്ടന് സുഖമായിട്ട് ഗൾഫിൽ പോയിട്ട് വരികയും ചെയ്യാം. മനസ്സിലായില്ലേ? എടി നിന്റെ അച്ഛൻ വാഴയ്ക്കപ്പം തന്ന ശ്രീധനം ഉണ്ടല്ലോ, ഈ അഴകപ്പൻ
ആ അഴുക്കപ്പൻ. അതിനെക്കാട്ടി നല്ലത് വാഴക്കപ്പം. നിങ്ങൾ അത് തന്നെ ആ പറഞ്ഞു. വാഴക്കപ്പം തന്ന ശ്രീധരനുണ്ടല്ല, എന്തിനുണ്ടായിരുന്നു? മൂക്കുപൊടി വാങ്ങിക്കാണ്ടായിരുന്ന? ഇല്ലല്ല. അതുകൊണ്ട് കൈ കിടക്കണ മോതിരം ഒന്ന് തന്നാൽ ചേട്ടൻ ഗൾഫിലും പോവും. നിനക്ക് ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ കറങ്ങി ചുമ്മാ ചെത്തി നടക്കുകയും ചെയ്യാം. മാസാമാസം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്തപ്പഴമൊക്കെ നിനക്ക് ചുമ്മാ ചവച്ചോണ്ട് നടക്കുകയും ചെയ്യാം. തരില്ലല്ലേ? തരൂലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. നീ പറഞ്ഞില്ല, പക്ഷെ നിന്റെ എക്സ്പ്രഷനിൽ എനിക്ക് മനസ്സിലായി നീ മോതിരം തരൂല. അതുകൊണ്ട് ഞാൻ പശുവിനെ വിൽക്കാൻ പോണേ. ഞാനൊരു പുതിയ കയർ വാങ്ങിച്ചോണ്ട് കിട്ടും. അത് എന്തൊരു കൂത്താന്ന്. എടി, പുതിയ കയറിട്ട് വേണ്ട പശുവിന് കൊടുക്കാൻ. അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ട്. ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 10 സെന്റ് സ്ഥലവും ഈ പശുവിന് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് അങ്ങ് കെട്ടിച്ചു കൊടുത്താലോ? അതിനുള്ള പ്രായമായോ എന്റെ കൊച്ചിന്? തൽക്കാലം അത് നിന്ന് പഠിക്കട്ടെ. അയ്യോ പഠിക്കട്ടെ. അയ്യോ എന്റെ ദൈവമേ, നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കിളിച്ചാ അത് അറിഞ്ഞ് നിങ്ങൾ ഈ പശുവിന് ഇട്ട് കൊടുക്കും. അമ്മാതിരി തൊഴിലാ നിങ്ങളുടെ കൈ ഇരിക്കുന്നത്. പറഞ്ഞവെല്ലാം കേട്ടാ? ആട്ടിക്കണ്ടിങ്ങനെ നില്ലിക്കേ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചോദിച്ചു നോക്കട്ടു. ഒറ്റ പ്രാവശ്യം കൂടെ ആ മോതിരം ഒന്ന് തന്നി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാ? ചെട്ടിയാരെ, ഒരു 4:30 മണിയാകുമ്പോ ബാ, ഒരു നല്ല പശുവിനെ, ഒരു മുതുക്ക് പോത്തിനെ തരാം. കഴിക്ക്. ഇന്നത്തോടെ നിന്റെ അവസാനത്തെ കഴിപ്പില്ല. മാല കൊടുക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് പണയം വെച്ചു. പിന്നെ കമ്മല് ചോദിച്ചു, അത് ഞാൻ കൊടുത്തുകൊണ്ട് പണയം വെച്ചു. ഇനി ഒരു മോതിരം കൂടെ. കുടി കുടി കുടി, വാ കുടി. അയ്യോ, എന്റെ മോതിരം പോയ വഴി ഇസ്കി കൊണ്ട് പോയോ? ഇല്ലല്ലോ, കാട് കളിക്കുന്നതിന് വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി പശുവങ്ങാനം. കഴിച്ച് അങ്ങേര് വളർത്തിയ പശുവിൽ ഇത് തന്നെ ചെയ്യും. ഇത് ഞാനിപ്പോ ആരോട് പറയും? ഇന്ന് കച്ചവടക്കാരൻ കൊണ്ടുവന്ന് പശുവിനെ കൊണ്ടുപോകാൻ ചെയ്യല. എന്റെ ദൈവമേ, ആരുണ്ട് ഇപ്പൊ എന്നെ ഒന്ന് സഹായിക്കാൻ? യോ അമ്പുകൾ എന്മാർ തുളൈത്തതെന്ന പരോപകാരി സതീശൻ. നിലാവിലെ തോன்றும் എണ്ണം നിലാവിലെ തോങ്കും വണ്ണം. ഓ, ഈ പഞ്ചായത്ത് ഇതുപോലെ വൃത്തികേട്ടായിട്ട് പാട്ട് പാടാൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല. സതീശൻ എടാ മോനെ, നീ തിരക്കണോടാ? ആ രമ ചേച്ചിക്ക് ഗുളിക മേടിക്കണം, സുമ ചേച്ചിക്കാണെങ്കിൽ തേങ്ങ മേടിക്കണം, മീനയ്ക്ക് മീൻ മേടിക്കണം. അല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. നീ ഇങ്ങോട്ട് വന്നായിരുന്നു, നിന്നെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചിക്ക്. അയ്യോ, എനിക്ക് നിന്ന് തിരിയാ സമയമില്ല ചേച്ചി. തിരക്കാണേ സാരമില്ല, ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. സതീശൻ തിരക്കാന്ന് പറഞ്ഞിട്ട് എന്തേ? അത് ചുമ്മാ ഞാൻ ഡിമാൻഡ് അടിച്ചതല്ലേ. ആണോ? ഇത്ര അടുത്ത് താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഈ വീട്ടിൽ എന്തെങ്കിലും വേറെ ആവശ്യം വരണ്ടേ? ദൈവമേ, ഈ വീട്ടിൽ എന്നും ആവശ്യം വരണേ. എന്താ? അല്ല, ഒന്നുമില്ല. എടാ, ചേട്ടൻ ഈ വീട്ടിലില്ലേ? അത് ഞാൻ കണ്ടല്ലോ, അതാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. എടാ, ചേട്ടൻ വരുന്നതിന് മുമ്പ് എന്റെ കാണാതെ പോയ സ്വർണ്ണമോതിരം ഒന്ന് കണ്ടെത്തി തരണം. സ്വർണ്ണമോതിരം കാണാതെ പോയോ? ആണോ? അങ്ങനെയാണെങ്കിൽ ചേച്ചി ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നോ ബെഡ്റൂമിൽ പോയി കാണുമ്പോ അവിടെ പോയി തപ്പാം. അപ്പൊ കുടിച്ചോണ്ടിരുന്നോ ബാത്റൂമിൽ പോയി കാണുമ്പോ അവിടെ പോയി തപ്പാം. അവിടെ ഇല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിൽ കിടുക്കൊരു സ്പോട്ട് ഉണ്ട് ആ കലങ്ങിന്റെ താഴെ. അവിടെ ആകുമ്പോ ഇപ്പൊ ആരും കാണാത്ത മോതിരം തപ്പാൻ പറ്റിയ സമയം നമുക്ക് അവിടെ പോകാം. നീ എന്തുവാണ് ഈ പറയുന്നേ? അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പ്രതീക്ഷകൾ. അവിടെ വല്ല പോയത് എവിടാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എവിടാ അത്? പശുവിന്റെ വയറ്റി. പശുവിന്റെ വയറ്റി പോയി. ഞാൻ പോണു. രമചേച്ചി ഗുളിക മേടിക്കണം. ഗുളിക നമ്മൾ തിന്നണ്ട. അധികാരം അല്ലേ? അപേക്ഷയുടെ എങ്ങനെങ്കിലും ഈ ചേച്ചി ഒന്ന് സഹായിക്കട്ടെ സതീശ. ഓ, ചേച്ചിമാരുടെ ഈ കിണുക്കൽ കാണുമ്പോ എങ്ങനെ പോവാതിരിക്കും? സതീശൻ സഹായിക്കാം. ചേച്ചി പാതാളക്കരണ്ടി കിട്ടൂ. ഇവിടെ ചെറുക്കായി വിറ്റ് നിർത്തേക്കുന്ന പശു കേടുപാടില്ലാതെ വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മൂക്കിപ്പൊടി. യൂതാ കണ്ണൊക്കെ തള്ളണ്. ശ്വാസം മുട്ടി ഇവിടെ കിടന്ന് ചാവും. എന്തുവാ നീ എന്നെ പറഞ്ഞ മൂക്കി പിടിക്കാനായിട്ട്? അതല്ലെന്ന്, കുറച്ച് മൂക്കിപ്പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പശുവിന്റെ മൂക്കിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അത് തുമ്മുന്നു. തുമ്മിയാ തെറിക്കണ മോതിരമാണെങ്കിൽ തെറിക്കട്ടെന്ന്. അയ്യോ, അത് അങ്ങനല്ല. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെ. ഞാൻ ഇവിടെ മലയാളം പഠിപ്പിക്കാൻ വന്ന സാറാണല്ലോ. 3-4 പഴഞ്ചിലും കൂടി പഠിപ്പിക്കട്ടെ. നോക്കണോ? നോക്കണം. പേരെന്തുവാ? നന്ദിനി. ഓ, നന്ദിനി എന്ന് പറഞ്ഞപ്പോ ഒരു ചുണ്ട് കന്യാകുമാരിയിൽ, ഒരു ചുണ്ട് കാസർഗോഡും. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഞാൻ നോക്കാം. നല്ല ഓയിലൊക്കെ കൊണ്ടല്ലോ. ഒരു സ്പാനറിങ് എടുത്താണ്. പശുവിന്റെ മൂത്രത്തിൽ കിടന്നിട്ട് ഓയിലേക്ക് അങ്ങോട്ട്. അതൊന്നും അങ്ങനല്ല. ഞാൻ ചിലപ്പോ വായി നോക്കും. ഇവിടുന്ന് മനുഷ്യൻ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ചെറുക്കൻ്റെ ഓരോ താമസം. അതല്ലെന്ന്, പശുവിന്റെ വായി നോക്കുന്ന മോതിരം എവിടെ കിടക്കണെന്ന് കാണണ്ട, അതിന് നോക്കുന്ന പറഞ്ഞേ. അങ്ങനെ പറഞ്ഞതാണോ? ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ. പിന്നെ പ്രതീക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റൂടെ? പെട്ടെന്ന് എടുക്ക് ചേച്ചി. ഞാൻ പറഞ്ഞൊരു മ്യൂസിക്കൽ തെറാപ്പി ഉണ്ട്. അതായത് ഒരു പാട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ പേടിച്ച് ചാണകിടും. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഏതാണ്ട് ഇതുണ്ട്. ആ 7ാമത്തെ പാട്ട് എന്നിട്ടാണ്. 7ാമത്തെ ഇടന്ന്. മലസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ. എന്തു കൊച്ചമ്മേ? കൊച്ചമ്മയോ? അല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ. എന്തോ കാണിക്കുവാണ് നീ. ഇതെന്തോ കാണിക്കാ നീ? ശരഭഞ്ചരം. അത് കുതിര, ഇത് പശു. അത് ഈ പശുവിനറിയാം. അത് കുതിരയാന്ന്. അങ്ങനെ നാണം കെട്ട് ചമ്മി പശു
ചാണകോട് ചമ്മിച്ചാണകം. എനിക്ക് അറിഞ്ഞൂടെ ഇതിനെ കൊണ്ട് നടക്കൂല. നടക്ക് ഞാൻ എടുത്തു തരാം. ഒരു കാര്യം ചെയ്യ്, ഇനി ഒന്നെ ഈ വയറ്റി തള്ളി നോക്കണം, ചിലപ്പോ മോതിരം തെറിക്കും. ടെൻഷനാണോ അങ്ങനെ വരുന്നതിന് മുന്നേ ഇത് എങ്ങനെങ്കിലും ഒന്ന് എടുത്താ. എടുത്തു തരാന്ന്. അയ്യോ, ഇത് ആരെ വിളിച്ച് തൊഴുത്തിനകത്ത് കയറ്റിയത്? സൂക്ഷിക്കണമായിരുന്നു. ഇത് വയറ്റിലായെന്ന് ഉറപ്പാണോ? 110% എനിക്ക് ഉറപ്പായത് വയറ്റിലായടാ. എടി വഞ്ചകി, ചുമ്മാ അതല്ലടി ഇല്ലാത്ത കാശ് മുടക്കി നീ എന്നെ ഗൾഫിൽ അയക്കണത്. ഞാൻ പറയാം, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിക്കാം വീട്ടിലോട്ട്. എന്റെ വീട് ലേബർ റൂം ആക്കാനാണ് രണ്ടിന്റെ പ്ലാൻ. ഈ ഡോക്ടർ വന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാനാ? വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നു, ചേട്ടന്റെ ഉള്ളം കൈയിലോട്ട് വെച്ച് കൊടുക്കുന്നു, ചേട്ടൻ സന്തോഷിക്കട്ടെന്ന്. പിന്നെ കണ്ടവന്റെ മുതലെടുത്ത് എന്റെ കയ്യിൽ വെച്ച് തരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഡോക്ടർക്ക് വന്ന പൈസ ചെലവല്ലോടാ. അണ്ണൻ കൊടുക്കുമല്ലോ പൈസ. അണ്ണം ബൈക്കാടാ, എല്ലാ അണ്ണം ബൈക്കാം. എടാ എന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാടാ സതീശ. ഇങ്ങനെ കരയാതെ, ഇതൊക്കെ ചെറിയ കുറ്റമല്ലേ. നിനക്കിത് ചെറിയ കുറ്റം, എന്റെ ലൈഫ് വെച്ചാണ് നീ കളിക്കണ്ട. എന്നാൽ ഇത് ആരാണെന്നൊരു പിടിയില്ലല്ലോ. മങ്കൈമാൻ മിഴിയമ്പുകൾ എന്മാൽ തുറത്ത തന്നെ. അയ്യോ, പരോപകാരി സതീശൻ. സതീശ, സതീശ, സതീശ. അയ്യോ മധുവണ്ണേ. അയ്യോ മധുവണ്ണനല്ലടാ, നിന്റെ കാലൻ. അണ്ണ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടാ, ഇവിടെ നടക്കണ വല്ലൊക്കെ അറിഞ്ഞായിരുന്നോ? കണ്ട പശ്ചാത്താപം കൊണ്ട് അവന് പറയണമെന്നുണ്ട്. പഞ്ചകി, നിന്റെ വായിക്കകത്തുനിന്ന് വാക്കുകൾ പുറത്തു വരണില്ല. പേടിച്ചിട്ടാ ചേട്ടാ. പേടിച്ചിട്ട് നീ ഇത്ര ഉണ്ടാക്കി എടുത്തല്ലാടി. അണ്ണ എന്ത് പെട്ടെന്ന് വന്നത്? അണ്ണൻ പെട്ടെന്ന് വന്നത് പിടിച്ചില്ലല്ലേ. അണ്ണ ദുബായിക്കൊക്കെ പോണെന്ന് നമ്മൾ അറിഞ്ഞ. എന്ത് പോണത്? അണ്ണനെ കയറ്റിവിടാ. എന്തൊരു ധൃതി. അണ്ണനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു കുറ്റം ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റക്കാരൻ ഞാനാണ്ടാ. എന്തോന്നറിയാമോ? അണ്ണ 24 മണിക്കൂറും പശുവിന്റെ കൂടെ ചേച്ചിയെ ശ്രദ്ധിക്കുന്നില്ലാന്ന്. ആ ഒരു അശ്രദ്ധയാണല്ലോ ഇവിടെ ചിലർക്ക് വളമായി മാറിയത്. ചേട്ടാ, എനിക്ക് നിങ്ങളോടൊരു നിന്നെ കൊല്ലും, ഞാനും ചാവാ പശുവിനെ കൊല്ലും. ഇതെന്താണ്? ആദ്യം നിന്നെയാണ് ഞാൻ കൊല്ലാൻ. എന്നെ എന്തിനു കൊല്ലണത്? പശു ഒരു മോതിരം പിടിക്കാന്. മോതിരം പിടിക്കാന് നിങ്ങൾ ഇവിടുന്ന് പോയില്ലേ? അന്നേരം ഞാൻ ഈ നന്ദിനിക്ക് കാട് കളിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? എന്റെ മോതിരം അതിനകത്ത് വീണിട്ട് നന്ദിനി എടുത്ത് കുടിച്ചപ്പോ മോതിരം അതിന്റെ വയറ്റിലാ. ഓ സോറി കേട്ടാ, എനിക്കിപ്പോഴാണ് മനസ്സമാധാനമായത്. മനസ്സമാധാനമായെന്നോ? പശുവിനെ കൊണ്ടുപോകാൻ ഇന്ന് ആള് വരും. ആദ്യം ഞാൻ മറന്നു. ഈ 4:30 മണിക്ക് ചെട്ടി വരും. 4:30 മണിക്ക് ആര് ചട്ടി കൊണ്ടുപോകും? എടാ, ആരും ചട്ടി കൊണ്ടുപോകാൻ വരുമെന്നല്ല, എടാ ചെട്ടിയാര് വരുമെന്ന്. ചെട്ടിയാർക്ക് ബല പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കണ ഐറ്റമാണിത്. അടിച്ചു കൊടുക്ക, ഞാൻ പോണു. ഞാൻ ഒന്ന് ഇറക്കിത്താടോ. ഒന്ന് എനിക്ക് ഒരുപാട് തിരക്കുണ്ടെന്ന്. സതീശ, എന്താ ചേച്ചി? എടാ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. ചേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എടുത്തു തരാം മോതിരം. എടാ സതീശ, അകത്ത് കിടക്കണത് ഒന്ന് വെളിയിൽ ഇറക്കി താടാ പെട്ടെന്ന്. പിന്നെ കൊലപ്പുള്ളിയല്ലേ അകത്ത് കിടക്കുന്നത്, പെട്ടെന്ന് ഇറക്കി തരാം. ഞാൻ എന്താണ് പറയണത്? എടാ, നീ കിണ്ണാരം അടിക്കാതെ പശുവിന്റെ വയറ്റിൽ കിടക്കുന്ന മോതിരം എടുത്താവുന്നു. അണ്ണ ഇത് മോതിരം എടുക്കണോന്ന്. സംഭവം എന്താ അറിയോ? നന്ദിനി അറച്ചു നിൽക്കുക എന്ന് വെച്ചാ, നമ്മളിപ്പോ വല്ല ബന്ധുക്കളുടെ വീട്ടിലെ ബാത്റൂമിലൊക്കെ കയറുമ്പോ നമുക്കൊരു ചമ്മലുണ്ടല്ലോ, പുറത്തെ ആൾക്കാരൊക്കെ നിക്കണല്ലോ എന്ന്. അതുപോലെ നമ്മൾ ആള് കൂടി നിൽക്കണം. നന്ദിനിക്ക് പിടിച്ചില്ല. മാറി നിക്കണം കുറച്ച്. നമ്മൾ മാറിയിരിക്കണം. മാറണം. മാറിയില്ലടി, മാറി. നന്ദിനി അറച്ചിരിക്കണ എന്താണെന്ന് അറിയാം. എന്താ? എടി, എന്റെ അടുത്തുള്ള വാശി ഞാൻ അതിനെ വിക്കിയല്ലേടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ പശു ചാണകം എടുത്ത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞാൽ അത് വാശി. ഇത് ചാണകം ഇടാതെ പിടിച്ചെടുക്കുന്നത് എന്തോ വാശിയാ. അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അലക്കല്ലേ? നോക്കിക്കാതെ എടുത്തോണ്ട് കൊറി. എന്തുവാ അവന് അലക്കല്ല് വേണോന്ന്. അലക്കല്ലെന്നല്ല, ചുമ്മാ അലക്കാതെ ഇവിടെ നിക്ക്. ഷൂ ഷൂ എന്ന് പറഞ്ഞ അരോചക ശബ്ദം ഉണ്ടോ? നിങ്ങളൊന്ന് മിണ്ടാതിരിക്കണം. ഇത് വരണമെങ്കിൽ കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കണം. ആ കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമേലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിതളം. ഇനിയും വരാത്തതെന്തേ തുമ്പി നീ? ആ ഇട്ട് രാവിലെ ഇട്ടല്ലോ. എടാ എവിടെ നീ ഇട്ടെന്ന് പറഞ്ഞു? എന്തുവാ? ഇവിടെ കൂട്ടുകാരന് 100 രൂപ ഗൂഗിൾ പേ രാവിലെ ഇട്ടായിരുന്നു. ഉടനെ ബക്കറ്റ് എടുത്ത്. നീ പൂലൊക്കെ പഴമാണല്ലോ ഇയാള്. ചെട്ടിയാര് വിളിക്കണം. ഹലോ ഹലോ, പുറപ്പെട്ടാ സതീശ? ചെട്ടിയാർ അവിടെ തിരിച്ച്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്റെ കയ്യെ നിൽക്കൂല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് ഒരു ഡോക്ടറിനെ വിളിച്ചോണ്ട് വന്ന് ഇത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യോ. എനിക്കാണെങ്കിൽ സുമയ്ക്ക് തേങ്ങ മേടിക്കാൻ പോണം. ഞാൻ പോട്ടെ. നീ ഒന്നോടൊന്ന് പറഞ്ഞത് ഇതെന്റെ കയ്യെ നിൽക്കൂന്ന് തോന്നില്ല. പറഞ്ഞ കൈ കൊണ്ട് പറയടാ. ഇതെന്റെ കയ്യെ നിൽക്കൂന്ന് തോന്നുന്നില്ല. കൈ നിവർത്ത്. ഇതെന്റെ കയ്യെ. രാജി, പശ വിഴുങ്ങിയ നിന്റെ മോതിരം
കളഞ്ഞു കിട്ടിയ മോതിരം വീണ്ടും കിട്ടിയപ്പോ അവന് കൊടുക്കാനാ. ചേച്ചി സ്നേഹം കൊണ്ട് തരുന്നില്ലേ താണത് എനിക്ക്? അതല്ല അവന്റെ കർമ്മക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കാൻ. കൊടുക്കാൻ പറ്റേ. ആദ്യം ഞങ്ങൾ എല്ലാരും ഇവിടെ നിന്ന സമയത്ത് നിന്റെ വിരലിൽ ഇതെങ്ങനെ മോതിരം എത്തി? നേരത്തെ ഒരു അണ്ണാച്ചിയുടെ ഒരു കോള് വന്നില്ലേ? ചെട്ടിയാര കോള് വന്ന് അന്നേരം എടുത്തതാണ്. ചെട്ടിയാര കോള് വന്നപ്പോഴും അങ്ങനെ എടുക്കാൻ വഴിയില്ലല്ലോ. അതിങ്ങനെ നോർമലി ചിന്തിച്ചാൽ കിട്ടത്തില്ല. റീവൈൻഡ് അടിച്ചിട്ട് ഒന്നുകൂടി സ്ലോ മോഷനിൽ ചിന്തിച്ചോണം, അപ്പൊ കിട്ടും. ഇപ്പൊ കിട്ടിയ ഇപ്പൊ കിട്ടിയല്ലേ? ഇപ്പൊ തരും. വിടല്ലേ രാജി, വിടല്ലേ അവനെ. രാജി വിടല്ലേ അവനെ. പിടിക്കരുത്. സതീശ, ഓ മിനി ചേച്ചി, എടാ എന്റെ വള കിണറ്റി പോയടാ, ഒന്നെടുത്ത് തരുവോ? എത്ര പവനുണ്ട്? 7.5 പവന്റെ സ്വർണ്ണവള. ഞാനിപ്പൊ അങ്ങോട്ട് വരാം കേട്ടാ. പിടിക്കരുത്. എങ്ങനെയും ഈ പി കേസ് ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. പരോപകാരി സതീശൻ മങ്കൈമാൻ മിഴിയമ്പുകൾ എന്മാർ തുണൈത്തതെന്നെ. മിനി ചേച്ചി, അമ്മേ ശരണം ദേവീ ശരണം. എന്റെ ഭാര്യ സുമ്മയുടെ ശ്രദ്ധയ്ക്ക് വീട് പൂട്ടി താക്കോല് ഞാൻ കയറ്റുപാടടി വെച്ചിട്ടുണ്ട്. ഇത് ഞാനും നീയും നമ്മുടെ അമ്മയല്ലാണ്ട് വേറെ ആരും അറിയരുത്. വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഏതാ ഈ മണ്ടൻ? നിങ്ങളുടെ അച്ഛൻ. നിന്റെ അച്ഛൻ? കാര്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ അച്ഛനെന്ന്. അയ്യോ, ഈ മണ്ടൻ തന്നെ കൊണ്ട് തോച്ചുപോയില്ല. പുള്ളി അനൗൺസ് കയറിയിരിക്കുന്ന. ഹലോ ഹലോ, അച്ഛൻ എന്നെ പരിപാടി കാണിച്ചത്? ഞാൻ എന്താ കാണിച്ചത്? പെര പൂട്ടി താക്കോല് കയറ്റുപായ അടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ? മേലെ ഇമാതിരി മണ്ടത്തരം കാണിക്കരുത് കേട്ടോ. ഇല്ല മോനെ. ഇനി പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തോ കയറ്റുപാടടിയിൽ താക്കോലില്ല. പിന്നെ ഇതും പറഞ്ഞ് എന്റെ മോൻ ഹരിക്കുട്ടൻ എന്നെ വിളിച്ചിട്ടുമില്ല. ഒരു 4 പാമ്പുളി കിട്ടൂ. എന്തിനാ? അങ്ങനെ റണ്ണാക്കിയിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാൻ. ഒരു മിനിറ്റ്. എന്നാ നോക്കുന്നേ? പാമ്പ് ഗുളിക. എന്റെ പൊന്നോമനകുമാരി, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എടി 5 വർഷമായില്ലേ നീ കയ്യിൽ കുത്തുന്നു? ഇതുവരെയായിട്ട് നിന്റെ അരങ്ങേറ്റം നടന്നോ? കഴിഞ്ഞ കൊല്ലം എന്റെ അരങ്ങേറ്റം നടക്കാത്തത് നിങ്ങളുടെ അച്ഛൻ കാരണമാ. അച്ഛനെന്തോ ഇത് എന്തോ ചെയ്തെന്നാ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുച്ചിപ്പൊടി കയറുന്നേരം നിങ്ങൾ അച്ഛനോട് പറഞ്ഞേ, അച്ഛാ എനിക്കൊരു പ്ലേറ്റ് കൊണ്ട് തരുമോന്ന്. അച്ഛൻ പ്ലേറ്റ് കൊണ്ട് തന്നില്ലേ? കൊണ്ട് തന്നു, ഡിസ്പോസിബിൾ പ്ലേറ്റ്. എടി നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛന് വിജയ് യേശുദാസിനെ പോലെ വലിയൊരു ഡാൻസുകാരനാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അതിന് വിജയ് യേശുദാസ് ഗായകനല്ലേ? അതാ മണ്ടൻ തന്തയ്ക്ക് അറിയത്തില്ലല്ലോ. ഇപ്പോഴും സ്പൈഡർമാൻ ദൈവമാണെന്ന് പറഞ്ഞാണ് അങ്ങേര് നടക്കുന്നത്. മനസ്സിലായോ? മനുഷ്യ, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ എന്റെ ഈ കാല് ചെലങ്കിട്ട് കാണണമെന്നുള്ളത്. അത് പുള്ളിയുടെ കാലിലെ ചെങ്ങല കണ്ട് മറത്തിട്ടായി. എന്റെ അരങ്ങേറ്റവാ, നിങ്ങൾ നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. എന്റെ പൊന്നടി നീ ഒരു കാര്യം ചെയ്യ്, നല്ല കിടുക്കാച്ചായിട്ട് ഡാൻസ് കളിക്ക്. അല്ലെ ഇപ്പൊ ഞാൻ പറയാനാ? ഇതെങ്ങനെയുണ്ട്? സത്യത്തിൽ ഇത് എന്നാ ഇത്? ഞാൻ പ്രാക്ടീസ് ചെയ്തേ, കൊള്ളത്തില്ലേ? അയ്യടാ, ഈ പുള്ളാരുടെ ചന്തിക്കിട്ട് ചൂരിലോട്ട് നടക്കുമ്പോ തിരുമുന്ന പോലെ ഉണ്ട്. ഇയാൾ ഇവിടെ നിൽക്കുവായിരുന്നോ? അളിയനായിരുന്നാ? അളിയൻ പിന്നെ ആരാന്ന് ഓർത്ത്? ഞാൻ വിചാരിച്ച തൂശനല്ലേ നടന്നു പോകുന്നായിരിക്കും. ട്യൂഷനിലെയോ? അല്ലേ? ഇത് ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരുടെ ഡ്രസ് കോഡാ. ഇതോ? ആ. ഓ, ഇതൊക്കെ കുറെ ഭയങ്കര അല്ലയോടി. അളിയ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതിന് തീരുമാനം ഉണ്ടാക്കുന്ന ഞാനല്ല, പിന്നെ ഡോക്ടറാ. ഏതിന്? അല്ല, കുഴിനകത്തിന്. ഞാൻ വല്ലതും പറയും. കുഴിനകത്തിന്റെ കാര്യം പറയാനാണോ ഞാൻ ഈ കയറി വന്നേ? പിന്നെ അളിയന് ഞാൻ എല്ലാവിധ സ്ത്രീധനത്തൊക്കെ തന്നിട്ടാണോ ഇവിടെ കെട്ടിച്ചേ? അതെ. എല്ലാവിധ സ്ത്രീധനത്തൊക്കെ തന്നോ? അതെ. മുഴുവൻ സ്ത്രീധനം തന്നടാ. ചുമ്മാ. പിന്നെ എന്തിനാ അളിയ എന്റെ അച്ഛൻ ചാകാൻ കിടന്നപ്പോ അവളാ ഉടായ്പ പരിപാടി കാണിച്ചത്? എന്നാ ഉടായ്പ അളിയാ കാണിച്ചത്? മരിക്കാൻ കിടക്കുന്ന അച്ഛൻ്റെ അടുത്ത് അവളെ എന്നിട്ട് പറയുക, എന്തായാലും നമ്മൾ വേർപിരിയാൻ പോവല്ലേ, അതുകൊണ്ട് അച്ഛനെനിക്കൊരു ഓട്ടോഗ്രാഫ് തരാൻ. അല്ല, ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത് എന്നെ ഇപ്പൊ തെറ്റ്. അവൾ ആ ഓട്ടോഗ്രാഫ് മേടിച്ചത് 500-ന്റെ മുദ്രപത്രത്തില. ഞാനും എന്റെ അമ്മയും കിടക്കുന്ന വീട് ഇപ്പൊ ഇവളുടെ പേരിലിരിക്കുന്നത്. അതെനിക്ക് എഴുതി തരണം. എന്റെ പൊന്നളിയാ, ഞാൻ ഒപ്പിട്ട് തരാം. ഉപ്പിലിട്ട് നീ തന്നെ നിന്നാ മതി. ഇന്ന് എനിക്ക് എന്റെ വീട് എഴുതി തരണം. ചെറുക്കാൻ ഞാൻ ഒപ്പിട്ട് തരാന്ന്. തരണം. ആ, ഞാനിപ്പോ പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം. അവിടെ പോയി മുള്ളരുത്, പോലീസ് പിടിച്ചോണ്ടോ? എന്റെ മൂത്രം എന്തിനാ പോലീസ് പിടിച്ചോണ്ട്? അതല്ല പറഞ്ഞത്. അവിടെ ചെന്ന് മുള്ളിയാ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്റെ ശരീരത്തിൽ നിന്ന് ബാഷ്പീകരിക്കട്ടെ. അങ്ങ് തീരട്ടാ. നിന്റെ ചേച്ചിയില്ലടാ ഇത്. എത്ര വർഷമായി അവളെ അരങ്ങേരത്തിന് കൈ കുത്തുന്നു. അവൾ ഇതുവരെ കേറിയില്ല. നീ ഒരു കലാകാരനല്ലല്ലോ. ഞാൻ കലാകാരനല്ലെന്ന് മാത്രം അളിയാൻ പറയല്ലേ. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ എന്നെ പടം വരയ്ക്കാൻ കൊണ്ട് ചേർത്തതാ. അവിടെ ഒരു കിടിലം പടം വരച്ചെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ട്. അതെങ്ങനെ അളിയാ കിടിലം പടം വരച്ചെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വിടുന്നു? പിന്നെ അവിടുത്തെ ടീച്ചറിന്റെ പടം ടോയ്ലറ്റ് വരച്ച് വെച്ച് അവരെന്നെ പറഞ്ഞു വിടുക. അത്രയൊക്കെ ഉണ്ട് അവന്റെ ഭംഗി. മനുഷ്യ, അവൻ എന്നോട് പിണക്കവാ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് സമാധാനിപ്പിക്കേ. സമാധാനിപ്പിക്കൂല. സമാധാനിപ്പിക്കേ. അളിയാ, എന്തോട് നീ എന്നോട് അങ്ങനെ സംസാരിക്കരുത് അളിയാ. ഞാൻ സംസാരിക്കും.
നിന്നെ ഈ നെഞ്ചത്തിട്ടുള്ള ഞാൻ വളർത്തിയത്. ഇതുവരെ നിന്നെ ഞാൻ വേദന അറിയിച്ചിട്ടുണ്ടോ? അലിയ നീ എന്റെ അടുത്ത് ആവർത്താനം പറയല്ലേ. പണ്ട് നീയും ഞാൻ ചൂണ്ടിയിടാൻ പോയപ്പോ വിര തീർന്നെന്ന് പറഞ്ഞ് എന്നെ കുറത്ത് തോട്ടിലിട്ടവനല്ലടാ നീ. എന്നൊക്കെയാണോ ഈ പറയുന്നത്? അളിയൻ അങ്ങനെ സംസാരിക്കരുത്. എനിക്ക് ആ വീട് എഴുതി തന്നെ അത് വിറ്റിട്ട് വേണം എനിക്കൊരു വൈദ്യശാല തുടങ്ങാൻ. അത് കൊള്ളാളിയാ. വൈദ്യശാല നല്ല പരിപാടി. നല്ല പരിപാടി. അല്ല ഈ വൈദ്യശാല പരിപാടിക്ക് അളിയ എങ്ങനെ അറിയാം? എന്റെ അമ്മായിച്ചെന്ന് പറഞ്ഞ പുള്ളി മറ്റേ ഈ ലാടവീര്യ പരിപാടി പുള്ളി മയിലെണ്ണ കുരങ്ങെണ്ണ പുതിയ എണ്ണയൊക്കെ കൊണ്ട് തന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് ഹോൾസെയിൽ ആയിട്ട് അങ്ങ് വിൽക്കും. അങ്ങനത്തെ പരിപാടിയാ. അല്ലെ അപ്പൊ എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കും. അല്ലെ ഈ മയിലെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? നിനക്കത് അറിയാൻ പാടില്ലേ? ഇല്ല, പറഞ്ഞുതരാം. രാവിലെ ആകുമ്പോൾ ഞാൻ കുറെ മയിലൊരു കുറെ കൊപ്ര അങ്ങിട്ട് കൊടുക്കും. ഇതുങ്ങൾ വന്ന് ഇത് കൊത്തിപ്പിടിക്കങ്ങ് തിന്നും. ഒരു ഉച്ചമുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ ആ മയിലിന്റെ മൂട്ടിച്ചെന്ന് പറയും, ഒഴിമയിലേ ഇങ്ങോട്ട് ഒഴിമയിലേ. ഇതിങ്ങനെ മൂത്രമൊഴിച്ച് തിന്നും. ആ എണ്ണയാണ് മയിലെണ്ണ. നിനക്ക് വേണോ ആ മയിലെണ്ണ? എനിക്ക് നിന്റെ ഒരു മയിലെണ്ണ വേണ്ട. അനിയൻകുട്ടാ, ഈ ചേച്ചി നിന്നോട് തെറ്റ് ചെയ്തപ്പോൾ നിനക്ക് എന്നോട് മിണ്ടാൻ വയ്യല്ലേ? നീ എന്നോട് സംസാരിക്കരുത്. എന്നെയും എന്റെ അച്ഛനെയും പറ്റിച്ച് സ്വത്തുക്കൾ കൊണ്ടുപോയ വഞ്ചകി, നിനക്ക് മാപ്പില്ല. അനിക്കുട്ടാ, ഇവർ എന്ത് തെറ്റ് നിന്റെ അടുത്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്? വായി തൊന്നെ വിളിച്ച് പറയില്ലേ? എന്തുവാട് തെരുവുനാട്? മര്യാദയ്ക്കാൻ പറയാ. ഡാൻസ് കളിച്ചോണം, പോയി ഡാൻസ് കളിക്കണി. അമ്മേ ശരണം, ദേവി ശരണം. കൈരളി നൃത്ത വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന അഴിഞ്ഞാട്ടം, സോറി അരങ്ങേറ്റം ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. ചേച്ചി ചേട്ടാ, എന്നെ അനുഗ്രഹിക്കണേ അനിയൻകുട്ടാ. പിന്നെ ചേച്ചി, ഇപ്പൊ ഡാൻസ് കളിച്ച് വലിയൊരു നൃത്തകയായ എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ. ഒരു ഓട്ടോഗ്രാഫ് തരാമോ? അനിയൻകുട്ടാ, എന്റെ ഐഡിയ ആണ് കേട്ടാ. പിടിയടാ. എന്നാളിയാ പ്രശ്നം? കഴിക്കണ പാത്രത്തിൽ കയറിയാണോ നിക്കണത്? ചേച്ചി കളി ചേച്ചി. യു കണ്ടിന്യൂ. ഞാൻ അലമ്പൂടാ. എന്നാ തോന്നിയ തളി കാണിക്കുന്നേ? മലയാളത്തിലെ മോഹൻലാൽ ഇങ്ങനെയാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂവിക്കളയും. ഓ നശിപ്പിച്ച്. നിന്റെ ചേച്ചിയുടെ അരങ്ങേറ്റം നീ നശിപ്പിച്ചില്ല. നശിപ്പിക്കും. എന്നെ പരിപാടിയാണോ നീ കാണിച്ചത്? ആരും കരയണ്ട, അരങ്ങേറിക്കോ, ഞാൻ പൊക്കോളാം. അളിയാ, എനിക്ക് തന്നോടുള്ള ദേഷ്യം തന്റെ ചെറുക്കനോടില്ല. പൂരപ്പറമ്പിൽ കെട്ടി കിട്ടിയതാ റബ്ബർ ബോൾ കളിക്കാൻ കൊടുക്കും. അത് നന്നായില്ല. കഴിഞ്ഞ ദിവസം അവൻ ഇതുപോലെ ഒരെണ്ണം ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ ഈ റബ്ബർ ബോളിന്റെ പ്രത്യേകത എന്നാ ആളുക? എന്നാ? ഇത് കരിക്കണം, ഇല്ലെങ്കിൽ ഇത് ബൗൺസ് കിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം? നമ്മൾ കരിക്കണം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇത് കരിച്ചിട്ടൊക്കെ ആയിരുന്നു പരിപാടി. ആണല്ലേ? പിന്നെ എന്നിട്ട് കരിച്ചിട്ട് തേക്കണം. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെടിപ്പുരയിൽ നിന്ന് ഒരു ഗുണ്ട് കാണാതെ പോയിട്ടുണ്ട്. കണ്ടു കിട്ടുന്നവർ കമ്മിറ്റി ഓഫീസിൽ കൊണ്ട് ഏൽപ്പിക്കേണ്ടതാണ്. ഏതോ മണ്ടൻ ഗുണ്ടൊക്കെ എടുത്തോണ്ട് പോണുണ്ട്. ആർക്കും ഒന്നും പറ്റിയില്ല. അമ്മ ശരണം, ദേവി ശരണം. ഇപ്പോഴാണ് ആ മൈക്കിനൊരു റെസ്റ്റ് കിട്ടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.